ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവുമായി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരം ഭാഗ്യപദവിയായി കരുതുന്നു. വളരെയധികം ത്യാഗപൂർവം വളരെ പ്ലാൻ ചെയ്ത് പലർക്കും സാധിക്കാത്ത നിലയിൽ മനോഹരമായി ഈ യോഗം ക്രമീകരിക്കത്തക്ക വിധത്തിൽ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായ ബഹുമാന്യനായ കർത്തൃദാസൻ KG പ്രസാദ് അവറുകളെ ദൈവജനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കുവാനും ഈ പ്രതലത്തിൽ സുവിശേഷത്തിൻ്റെ ശബ്ദം ഉയരത്തക്ക വിധത്തിൽ മനോഹരമായി പ്ലാൻ ചെയ്യുവാനും ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ഒരു ദൈവവൈതൽ ദൃഷ്ടിക്ക് വിഷയീഭവിക്കത്തക്ക വിധം നമ്മുടെ കർത്താവ് തേജസ്സോടെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ആത്മാവിലകം കത്തുന്ന ഒരു ദൈവവൈതലിന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി മുതൽ ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ, നമ്മുടെ ദൃഷ്ടികൾക്ക് വിഷയീഭവിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയെ അടക്കി ഭരിക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരു യുദ്ധം ആരംഭിക്കുന്ന രാത്രിയാണ്. ദൈവജനം ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവദാസന്മാർ തിരിച്ചറിയണം, ദൈവമക്കൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് ഇവിടെ തൻ്റെ വൻക്രിയകൾ നടത്താൻ തുടങ്ങുകയാണ്. കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണം. ഇന്ന് രാത്രി അന്ധകാരാധിപത്യങ്ങൾ അത് മുഖം വെച്ച് ഭരിക്കുന്ന ബന്ധനങ്ങളെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ, ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റണം. അഭിഷിക്തരായ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പോരാട്ടം ഇന്ന് രാത്രി ഇവിടെ ഉയരണം. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ച് നിൽക്കുന്ന കാഴ്ച ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. കേവലം ഒരു പ്രസംഗം കേട്ട് മടങ്ങുന്ന ലാഘവത്തോടെ ഇവിടെ ഇരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചിന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകണം. എത്ര നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഉയരും. നാളെ നടത്തുവാൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിലുണ്ടെന്ന് തിരിച്ചറിയുന്നവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം. അതേ പരിശുദ്ധാത്മാവി രാത്രി നമ്മെ ചലിപ്പിക്കുന്ന രാത്രിയാകട്ടെ. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ്റെ സാന്നിധ്യം ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ സംഭവിക്കത്തക്ക വിധത്തിൽ ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളുടെ ചോദ്യങ്ങളോടെ എത്തിച്ചേർന്നിരിക്കുന്നവരുടെ കടുങ്കെട്ട് വീണ വിഷയങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷ കഴിയുന്നതിന് മുൻപ് ഇതിനകത്ത് അഴിച്ചെടുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ബലത്തോടെ ചലിക്കേണ്ടതിന് ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരിൽ നിന്ന്, എൻ്റെ വലത്തുവശത്തിരിക്കുന്ന ദൈവഭൃത്യന്മാരിൽ നിന്ന്, എൻ്റെ മുൻപിലിരിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളിൽ നിന്ന് പ്രാർത്ഥനയുടെ പോരാട്ടത്തിൻ്റെ നിയോഗങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. കേവലം ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെയല്ല, ഇന്ന് രാത്രി ഇവിടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെന്ന കൊതിയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ദൈവമക്കൾ കടന്നു വന്നിരിക്കുന്നത് വെറും ഒരു പ്രസംഗത്തിന് മുൻപിലല്ല, ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലിനകത്താണ് ഇത്രയും ദൈവമക്കൾ കൂടി വന്നിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്കറിയാം, നാം കൂടി വരുമ്പോൾ എന്തൊക്കെയുണ്ടെന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിലും അനേകായിരം കോടി വിശുദ്ധ
ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ദൈവത്തിന് സ്തോത്രം, സകലരുടെയും ന്യായാധിപതിയായ കർത്താവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ സ്തോത്രയാഗം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ ആത്മകണ്ണുകൾ ഉയർത്തി കാണത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ പാളയമിറങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ പരിണിത ഫലം ഈ കൺവെൻഷൻ തീരുന്നതിന് മുൻപ് ദൈവം ചെയ്തെടുക്കത്തക്ക വിധത്തിൽ ചില വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇരുളിൻ്റെ ശക്തികൾ വെച്ചിരിക്കുന്ന നുകക്കഴികൾ വചനത്തിൻ്റെ വ്യാപാര ശക്തിയാൽ അഴിഞ്ഞു മാറുന്ന രാത്രിയാകത്തക്ക വിധത്തിൽ അഭിഷേകത്തിൻ്റെ തൈല നദി ഇതിനകത്ത് ഒഴുകി ഇറങ്ങുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ പുസ്തകം അങ്ങനെ കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വചനത്തിനായി ദൈവത്തിന് മഹത്വം എന്ന് വാ തുറന്നെന്ന് പറഞ്ഞേ. ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം എന്നൊന്ന് വാ തുറന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, എത്രയോ മതഗ്രന്ഥങ്ങൾ. എന്നാൽ ഇതര മതഗ്രന്ഥങ്ങളെക്കാൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്രവാക്യ സംഹിതയുടെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം ഏതിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? ഞാനിന്ന് രാത്രി പറയാം. ഇതിൻ്റെ ദിവ്യത്വം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഒരുപിടി തത്വങ്ങളിലല്ല, പിന്നെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരാളത്വത്തിലാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. ആ കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ കാലത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങളും കീടനും പരിഹരിപ്പാൻ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ കാരിരും പാണികളിൽ നമുക്ക് വേണ്ടി കുലയ്ക്ക് കൊടുക്കപ്പെട്ട് കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കുള്ളിൽ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് റോമൻ ശക്തികളെ കുഴിമാടത്തിന് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസമിന ആകാശമേഘങ്ങളിൽ തന്റെ തിരുസഭയെ ചേർക്കാൻ മടങ്ങി വരുന്ന ക്രിസ്തു അവൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണെന്ന് ഈ തലമുറയോട് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ഒരുപറ്റം ദൈവത്തിന്റെ ജനം അവന്റെ തിരുസാന്നിധ്യം അറിഞ്ഞ് ഈ രാത്രി ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, ആ കരം ചില വ്യക്തികളെ ഈ ഗ്രൗണ്ടിൽ വ്യക്തിപരമായി തൊടുന്ന കാഴ്ച ആത്മാവിൽ കാണാൻ തുടങ്ങുന്ന രാത്രിയാണ്. ശബ്ദമുയർത്തി ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആത്മാവിൽ പോരാടുന്ന ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേൽ
കല്ലുമേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ കനത്ത പ്രവാഹത്തിനായി ഈ രാത്രി യോഗത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. തേജസ്സിൻ്റെ അദൃശ്യ കരങ്ങളിൽ ഈ ജീവൻ്റെ വചനമാകുന്ന അപ്പമെടുത്ത് ആത്മാവിൽ ഞങ്ങൾക്ക് മുറിച്ചു വിളമ്പിത്തരാൻ തുടങ്ങുന്നതോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് മഹത്വമർപ്പിക്കുന്നു. ബലഹീനനും അപ്രാപ്തനുമായ എളിയവനെ അങ്ങേ പ്രതിനിധീകരിപ്പാൻ, അങ്ങേ പ്രതിധ്വനിപ്പിപ്പാൻ കൃപ തന്നു മാനിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമുക്ക് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെ. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും, അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്തു കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവശബ്ദത്തിന് കാതോർത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധ ഞാൻ തിരുവെഴുത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലൊന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അതിശ്രദ്ധേയമായൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. ലോകത്തിലെ ഇതര മതഗ്രന്ഥങ്ങളെക്കാൾ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണ്? വേദപുസ്തകത്തിൻ്റെ അതുല്യത അടിത്തറയിട്ടിരിക്കുന്നത് നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തുകിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ പ്രവചനങ്ങളിലാണ്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ച് ഈ മണ്ണിൽ പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അത് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവാണ്. ഞാനങ്ങ് വലിയകാവിൽ ജനിച്ചതും നിങ്ങളൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ ജനിച്ചതും ആരും പ്രവചിച്ചിട്ടൊന്നുമല്ല. നമ്മളൊക്കെ വന്ന വഴിക്ക് വന്നതാ. എന്നാൽ നമ്മുടെ കർത്താവ് പലസ്തീനിൽ ജനിച്ചത് വന്ന വഴിക്ക് വന്നതല്ല. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. ആ കുടുംബം മടങ്ങി വന്ന് നസ്രേത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രേത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേൽക്കാൻ ഇറങ്ങി വരുമെന്ന്. അവനവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്.
യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു കുലമരത്തിൽ ഒരു വധയന്ത്രത്തിൽ തൂക്കുമെന്ന്, അവൻ്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്ന്, അവൻ്റെ മരണസമയം ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്, അവൻ്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിച്ചാലും അവൻ്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്, അവൻ്റെ മരണം കൊടുങ്കള്ളന്മാരുടെ മധ്യത്തിലാണെങ്കിലും അവൻ്റെ ശവമടക്ക് ഒരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് നടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്തു നിന്ന് മരണത്തിൻ്റെ വിഷമുള്ളൊടിച്ച് മരണത്തെ തോൽപ്പിച്ച് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന് എഴുതി വച്ച വചനം മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നു, മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. ഇന്നലത്തെ പ്രവചനം നിറവേറിയെങ്കിൽ നാളത്തെ പ്രവചനം നിറവേറാതിരിക്കില്ല. അവയൊക്കെ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരം മാറ്റമില്ലാതെ കൃത്യമായി ചരിത്രത്തിൽ നിറവേറും. ഇതിൽ പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലോകരാഷ്ട്രങ്ങളെ തന്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തന്റെ മുൻപിലും കണ്ടുകൊണ്ട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ കുറിച്ച ദാനിയേൽ പ്രവചനം. ഈ ദാനിയേൽ പ്രവചനത്തിൽ 4 പ്രത്യേക സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ട്. സ്തോത്രം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയും, 2-ാം അധ്യായം ചതുർവിധ ലോകനിർമ്മിതമായൊരു ബിംബദർശനവും, 3-ാം അധ്യായം ദുരാസമഭൂമിയിൽ നിർത്തിയ ഒരു വൃക്ഷദർശനവും, 4-ാം അധ്യായം അതിഭയങ്കരമായൊരു വൃക്ഷദർശനവും, 5-ാം അധ്യായം ദാനിയേൽ അത് മെനെ തെക്കേ രുഫാർസി എന്ന കൊട്ടാരത്തിന്റെ ഭിത്തിയിലെ ദൈവകോടതിയുടെ കൈയെഴുത്തും, 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലും, 7-ാം അധ്യായം 4 വന്യമൃഗങ്ങളുടെ ദർശനവും, 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ദർശനവും, 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ കണക്കും, 10-ാം അധ്യായം ഒരു മഹാദൂതന്റെ പ്രത്യക്ഷതയും, 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയും, 12-ാം അധ്യായം ദാനിയേലിന്റെ അന്ത്യയാത്രയുടെ രംഗവുമാണ്. ഇതിൽ 4 പ്രത്യേക സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ട്. 2-ാം അധ്യായം, 7-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, ഈ 4 പ്രത്യേക സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കാണാം. 2-ാം അധ്യായം തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും കാൽപ്പാതി ഇരുമ്പ് കൊണ്ടുമുള്ള ഒരു ബിംബത്തിന്റെ കാൽപാദത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കല്ലിന്റെ അടിയാൽ ആ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുന്ന രംഗമാണെങ്കിൽ ആ കല്ല് ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കൾക്കും അറിയാം. ഈ ലോക രാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കാൻ അധികം താമസിക്കാതെ വെളിപ്പെടാൻ തുടങ്ങുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ ദർശനമാണ് അവിടെ വെളിപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ഏകാധിപത്യം ഭരിച്ചു മുടിച്ച ഈ മണ്ണിൽ, രാജാധിപത്യം ഭരിച്ച് തകർന്ന ഈ മണ്ണിൽ, ജനാധിപത്യം ശവക്കുഴി തോണ്ടി നിൽക്കുന്ന ഈ മണ്ണിൽ ഒരു രാജാവ് നീതിയോടെ വാണാൽ അതിന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന നസറേനായ യേശുവായിരിക്കും എന്ന വെളിപ്പാട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലഭിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കുന്ന കല്ലായ ക്രിസ്തു. ഇനിയും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മഹാദൈവത്തിന്റെ സിംഹാസന സ്ഥാനത്തു നിന്നും അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയുടെ ഭരണചക്രം തിരിക്കാൻ ഇറങ്ങി വരുന്ന ക്രിസ്തു, അതാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവർ അവനെ അവന്റെ അടുക്കൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും പുരുഷാരങ്ങളും ജാതിക്കാരും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന്. അവൻ ആധിപത്യവും രാജ്യത്വവും മഹത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയായി ഇരിക്കുന്നതുമാകുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണട്ടെ. മുൾമുടി അണിഞ്ഞ് രക്തധാരിയായ അധ്യായം
അതും യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സ്തോത്രം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. പിന്നെ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവനു വേണ്ടി അല്ല താനും. യെരൂശലേം ദൈവാലയ വിനാശം ചരിത്രത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് ഭൂമധ്യപ്രദേശത്ത് കാൽവറിയിൽ, ഗോൽഗോഥായിൽ, ക്രാനിയോനിൽ മാനവവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഛേദിക്കപ്പെടുന്ന അഭിഷിക്തൻ ആര് എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശിരസുയർത്തി പറയും, അത് മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനാണ്. യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിന്റെ ദർശനം. അതാണ് 9-ാം അധ്യായം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായമാണ്. ഇവിടെ ഒരു പ്രത്യേക വെളിപ്പാടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. എപ്പോഴാണ് കണ്ടത്? ആ പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അടിമത്വത്തിന്റെ നാട്ടിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് സമയമെടുത്തു വരുമ്പോൾ പ്രാർത്ഥനയിൽ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഒരു അഭിഷിക്തൻ ജാഗരിക്കുകയാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. അതിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. എന്നാൽ മുഴങ്കാലിന്മേൽ ജാഗരിക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ, ആകാശമണ്ഡലത്തെ അടക്കി ഭരിക്കുന്ന പാർസി പ്രഭുവിന്റെ ബന്ധനത്തെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന നീ മുട്ടിന്മേൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ നാഥൻ വിഷയത്തിന് ഉത്തരം തരും എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ വിഷയത്തിന് ഉത്തരം തരാൻ കഴിവുള്ള നാഥന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയട്ടെ, അവൻ സാധാരണക്കാരനല്ല, വെളിപ്പാടകലെ ഉത്തരം തരാൻ ഇറങ്ങി വരാൻ കഴിവുള്ളവൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഈ ആത്മീയ അനുഭവം പ്രാപിച്ച ദൈവമക്കളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. ഇടത്തിരിക്കുന്നയാൾ ഉറങ്ങിത്തൂങ്ങിയിരിക്കട്ടെ, പുറകിലിരിക്കുന്നയാൾ മൗനവ്രതം അനുഷ്ഠിച്ചിരിക്കട്ടെ, മുന്നിലിരിക്കുന്നയാൾ അനങ്ങാമ്പാറ നയത്തിലിരിക്കട്ടെ, ചിലർ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കട്ടെ. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി തിളയ്ക്കുന്ന കണ്ണ്, അതേ ദർശനത്തിൽ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നടുവിൽ അവന്റെ പാദപതനങ്ങൾ ഉയരുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ഇതിനകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ കാതിൽ ഒരിക്കൽ കൂടെ ദൂത് മുഴക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ കൃപാവരങ്ങൾക്കെതിരെ, നീ പ്രാപിച്ച ശുശ്രൂഷ നിവർത്തിയാകാതെ, നിന്റെ ഡെസ്റ്റിനി, നിന്റെ ആയുസ് കൊണ്ട് പൂർണ്ണമാകാൻ അനുവദിക്കാതെ നിനക്കെതിരെ വാദിക്കുന്ന ദുഷ്ടശക്തികൾ അതെത്ര പ്രബലരാണെങ്കിലും പ്രാർത്ഥിക്കുന്ന നീ മുട്ടുമടക്കി കഴിയുമ്പോൾ അവറ്റകളുടെ ബന്ധനങ്ങളെ വെട്ടിമാറ്റി വിഷയത്തിന് ഉത്തരം തരാൻ ആത്മമണ്ഡലത്തിൽ തേജസ്സിൽ ഇറങ്ങാൻ കഴിവുള്ള യേശുവിന്റെ തിരുസാന്നിധ്യം അഭിഷിക്തരായ ദൈവമക്കൾ ഇന്ന് രാത്രി അനുഭവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ചില കണ്ണുകളിൽ, ആത്മകണ്ണുകളിൽ അവന്റെ സാന്നിധ്യം തിരിച്ചറിയട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനിന്ന് രാത്രി പറയാം, കാണുന്ന കാര്യങ്ങൾക്ക് കാണുന്ന കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കാണുന്ന കാര്യങ്ങൾക്ക് കാണുന്നതല്ല കാരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം. സ്തോത്രം. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ലേ നമ്മൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രമെടുക്കുന്ന എക്സ്റേ റേസുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, നമ്മുടെ വീട്ടിലെ ടി വിയിലെ TV, അതിന് റിമോട്ട് കൺട്രോൾ കണ്ണിനോട് നിർത്തി അമർത്തി നോക്ക്. പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? റിമോട്ട് അമർത്തുന്നത് നിനക്കറിയാം, ചാനൽ മാറുന്നതറിയാം. പക്ഷെ റിമോട്ട് അമർത്തുന്നതിനും ചാനൽ മാറുന്നതിനുമിടയിൽ യാത്ര ചെയ്യുന്ന തരംഗങ്ങൾ കാണാൻ ഈ കണ്ണിന് ശക്തിയില്ലല്ലോ. നമ്മുടെ നാട്ടിലെ വവ്വാൽ എന്നൊരു
ഒരു ജീവിയില്ലേ, പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടി വൃക്ഷനിബിഡമായ വനമേഖലയിലൂടെ അതിഭയങ്കരമായ വേഗതയിൽ, അതും ഒരു ഫ്ലൈറ്റ് മോഡിൽ യാത്ര ചെയ്യുന്ന, സ്തോത്രം, എന്തുകൊണ്ടാണ് വവ്വാൽ തുടക്കത്തിൽ മാളങ്ങളിൽ കുത്തിയിരിക്കാതെ വിശ്രമ സമയത്ത് തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്? അതിനകത്ത് ഒരു ശരീരശാസ്ത്രമുണ്ട്. കാരണം അത് വേഗത എടുക്കുമ്പോൾ അത്യുഗ്ര വേഗതയിൽ പായണമെങ്കിൽ അത് ആ നിലയിൽ കിടന്നേ പറ്റൂ. പക്ഷേ ഇത്ര വേഗതയിൽ പായുന്ന വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അതിനെ മുൻപോട്ട് നയിക്കുന്നത്. മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടുന്ന ആ പ്രത്യേക ശബ്ദ തരംഗം മുൻപിലത്തെ തടസ്സത്തിൽ നിന്ന് സ്വീകരിച്ച് അത് കാതിലെത്തിക്കഴിയുമ്പോൾ അത് വൃക്ഷനിബിഡമായ വനങ്ങൾക്കകത്ത് വഴിമാറി സഞ്ചരിക്കത്തക്ക വിധത്തിൽ വവ്വാൽ പുറപ്പെടുവിക്കുന്ന അവരുടെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഒരു മേഖല ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ വിശ്വസിക്കുന്നു. അങ്ങനെങ്കിൽ ഇത്രയും ദൈവമക്കൾ ആത്മാവിൽ കാണണം, യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിന്റെ നിലവിളിക്ക് ഉത്തരം തരാൻ ഒരു വെളിപ്പാടകലെ അവന്റെ സാന്നിധ്യമുണ്ട്. ഒരു സാധുവായ അമ്മ പറഞ്ഞ കാര്യം ഓർക്കുന്നു. പാറമടയിൽ കല്ല് പൊട്ടിച്ച് ജീവിച്ച ഭർത്താവ് ഹൃദയാഘാതത്താൽ ലോകത്തോട് വിട പറഞ്ഞു. ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി തീവ്ര ദുഃഖത്തിലായി. 8-9 വയസ്സ് പ്രായമുള്ള മകൻ ആ ചെറ്റക്കുടിലേക്ക് അന്ന് സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ അമ്മയോട് പറഞ്ഞു, മമ്മി, എൻ്റെ ഷൂസ് കീറിപ്പോയി, എനിക്കൊരു ഷൂസ് വേണം. അമ്മ പറഞ്ഞു, മോനെ, ഇപ്പൊ പൈസയില്ല, ഉള്ളത് കുത്തിക്കെട്ടി കൊണ്ടുപോയാ മതി. അല്ല, എനിക്കൊരു ഷൂസ് അത്യാവശ്യമാണ്. അമ്മയ്ക്ക് തരാനൊക്കത്തില്ലെങ്കിൽ ഞാൻ യേശു അപ്പച്ചനോട് പറയാൻ പോവുക, യേശു അപ്പച്ചൻ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ആ അമ്മ തമാശന് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ ഇടപെടുന്നതിനിടയിൽ നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാ യേശുവിന് നേരം. എന്തായാലും ആ വൈകിട്ട് കിടക്കുന്നതിന് മുൻപ് ആ നിഷ്കളങ്ക ബാലൻ കട്ടിലോട്ട് കയറി മുട്ടുകുത്തിയിരുന്ന് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശു അപ്പച്ച, എനിക്കൊരു ഷൂസ് വേണം, കുട്ടികളെ കളിയാക്കുന്നു. ആമേൻ. 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം ഈ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ വാതിക്കൽ തൊട്ടടുത്ത ഒരു കുബേര മനുഷ്യൻ പത്നി സമേതം കാർ നിർത്തി വന്ന് ഒരു കവർ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു ഷൂസാ, എൻ്റെ മോന് വാങ്ങിച്ചതാ, ഇട്ട് നോക്കിയപ്പോൾ ചേരത്തില്ല, നിങ്ങൾക്കിരിക്കട്ടെന്ന് വെച്ചു, ഇല്ലെങ്കിൽ പറ്റത്തില്ല, തിരിച്ചു തന്നേക്കണം, കാലിൻ്റെ അളവിനൊക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് തൊട്ട അയൽപക്കത്തെ ആ മനുഷ്യൻ കവർ കൈമാറിയിട്ട് പോയി. ആ അമ്മയത് പൊളിച്ച് ആ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ മുൻപിൽ വെച്ചതിന് ശേഷം ആ ഷൂസ് വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ അടുക്കളയിൽ ആ മാതാവ് ജോലി ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് കണ്ണ് തുറന്നതും നേരെ മുൻപിൽ ഷൂസ് ഇരിക്കുന്നു. കാലയിലോട്ട് എടുത്തിട്ടപ്പോൾ വരച്ച് വെച്ചതുപോലെ കൃത്യം ഓടി അടുക്കളയിലെത്തിയിട്ട് അമ്മയോട് പറയുക, മമ്മി, എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കൈകെട്ടി വാപൂട്ടി മൗനമായി ഇന്ന് രാത്രി മടങ്ങേണ്ടവനല്ല നീ. ഇരിക്കുന്ന ഇരിപ്പിൽ, അത് വൃക്ഷച്ചുവട്ടിലായാലും വഴിവക്കിലായാലും കസേരയിലാണെങ്കിലും യേശുവേ എന്ന് വാ തുറന്ന് വിളിച്ചാൽ വിഷയത്തിന് ഉത്തരം തരാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തിയവന്റെ സാന്നിധ്യത്തിന് മഹത്വം അർപ്പിക്കുന്ന രാത്രിയാകട്ടെ. ഞാൻ കാണുന്നു ഈ ഗ്രൗണ്ടിന് മീതെ ദൈവത്തിന്റെ തേജസ്സിന്റെ സാന്നിധ്യം നിഴൽ മൂടി നിൽക്കുകയാണ്. ഹോരേബിലെ മുൾപ്പടപ്പിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതുപോലെ ഇത്രയും ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തേജസ് ആരാധിക്കുന്ന ചില വ്യക്തികളുടെ ശരീരത്തെ ഇന്ന് രാത്രി ആത്മാവിൽ പൊതിഞ്ഞു നിൽക്കുന്ന രാത്രിയാണ്. അവന്റെ തിരുസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, പ്രാർത്ഥിക്കുന്നവന്റെ നിലവിളിക്ക് മറഞ്ഞിരിക്കാത്തവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. നിങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ ആളിന്റെ ആകാര സൗഷ്ഠഭം, ആ ആളിന്റെ സൗന്ദര്യം എൻ്റെ വാക്കിന്, എൻ്റെ ഭാഷയ്ക്ക് വിശദീകരിക്കാൻ ശേഷിയില്ല. അത്ര വിശേഷതയുള്ള ഒരു മനോഹര രൂപമാണ് അവിടെ വെളിപ്പെട്ടിരിക്കുന്നത്.
ആ രൂപത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാം, ശ്രദ്ധിക്കുക. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഊപാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ശണവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ. ഞാൻ ചോദിക്കുന്നു, ഈ വ്യക്തി ആരാണ്? മിന്നൽ പ്രകാശത്തിന്റെ കളർ എന്താണെന്ന് അറിയാമോ? നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ തിളച്ചു തുള്ളി കുതിച്ചു കയറുമ്പോ സൂര്യപ്രഭയുടെ വെണ്മയ്ക്ക് എത്ര വെണ്മയുണ്ടോ ആ വെണ്മയിൽ കത്തിച്ചൊലിക്കുന്ന പ്രകാശധാര, അതാണ് വെണ്മയുള്ള മുഖം. ഇനിയും കണ്ണുകൾ തീപ്പന്തം, തീ പൂർണ്ണമായി സങ്കലിതമാണ് ആ പുരുഷരൂപത്തിൽ. ദേഹം ഗോമേതകം. എന്താ ഗോമേതക വർണ്ണം? താമരപ്പൂവിന്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പ്, അതും തീജ്വാലയുടെ ഭാവമാണ്. സ്തോത്രം. ഇനിയും കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം, അതും തീയിൽ പുതഞ്ഞു നിൽക്കുകയാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ പരിചയമാകാൻ സാധ്യതയുണ്ട്. അത് മറ്റാരുമല്ല, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പെൺകച്ച കെട്ടിക്കൊണ്ട് വെളിപ്പാടിൽ വെളിപ്പെട്ടവൻ ആരോ അവൻ തന്നെ. തന്റെ ജഡാവതാരത്തിന്റെ 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ തന്റെ ഭക്തന്റെ പ്രാർത്ഥനയ്ക്കെതിരെ വ്യാപരിക്കുന്ന ആകാശമണ്ഡലത്തിലെ പാർസി പ്രഭുവിനെ വെട്ടിമാറ്റി വിഷയത്തിന് ഉത്തരം തരാൻ ഇറങ്ങിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, തന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവപൈതലേ, നീ അനാഥനല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ അവനെ ആരാധിക്കുന്ന രാത്രിയാകണം. യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാടാര്? അവൻ സാധാരണക്കാരനല്ല, അവൻ മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയവനാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയാം, ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഒരുപിടി കണ്ടുപിടുത്തങ്ങളല്ല, മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനകത്ത് ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ വേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവല്ലാതെ ഒരുത്തനുമില്ലെന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അവനെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, ഈ മീറ്റിംഗിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി 12-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുതരമായ ജീവിത സാഹചര്യങ്ങൾക്ക് നടുവിൽ സംഭവങ്ങളുടെ അന്ത്യാധ്യായം എന്തായിരിക്കും എന്ന് ഉദ്യോഗഭരിതനായ ദാനിയേൽ ചോദിക്കുകയാണ്. യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്താകും? ആ പ്രത്യേക സമയം 10 ഉത്തരങ്ങൾ അവിടെ നൽകുന്നുണ്ട്. ഇല്ല, ഞാൻ വിശകലനം ചെയ്യുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണത്. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതിനു ശേഷം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര അന്ന് ഈ തലമുറയിൽ ഉണ്ടാകും. പക്ഷേ ഇത് അന്ത്യകാലത്തേക്ക് വേർതിരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ സംഭവിപ്പാൻ തുടങ്ങുന്ന ഒരു പ്രതിഭാസം പറയാം. ആ പ്രതിഭാസമാണ് ഇന്ന് രാത്രി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ പ്രതിഭാസം ഇതാണ്: നിലത്തെ പൊടിയും നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി ഉണരുമ്പോൾ ചിലർ നിത്യജീവനായി ഉണരും. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കിട്ടിയ കാറോ പണത വീടോ അല്ല എൻ്റെ ഭാഗ്യം. ക്രൂശിലെ രക്തത്താൽ എനിക്ക് പാപമോചനം നൽകി നിത്യത എനിക്ക് സ്വന്തമാക്കാൻ അവസരം തന്നെങ്കിൽ അതാണ് എൻ്റെ ഭാഗ്യമെന്ന് ഓർക്കുന്ന ദൈവത്തിൻ്റെ ജനം ഈ രാത്രി ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ആ പുനരുത്ഥാന സംഘത്തിൽ ഞാനും ഉണ്ടായിരിക്കും എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം. എന്നാൽ അവിടെ പരിശുദ്ധാത്മ പ്രവചനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗം ശ്രദ്ധിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: ബുദ്ധിമാന്മാർ ഗ്രഹിക്കും, ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല. സ്തോത്രം. ഈ വചനത്തെ അന്ത്യഘട്ടമെടുക്കുമ്പോൾ പലരും ശോധന ചെയ്ത് തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ശുദ്ധീകരിച്ച് ശോധന കഴിക്കും എന്ന് പറഞ്ഞാൽ, ഈ വചനം അന്ത്യഘട്ടത്തിലെ വചനം
യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ വചനം കാലഘട്ടത്തെ വിവേചിക്കുന്ന ഒരു പറ്റം ബുദ്ധിമാന്മാർ ചരിത്രത്തിൽ എഴുന്നേൽക്കും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കുക. കാലഘട്ടത്തെ വിവേചിക്കുന്ന ഒരു പറ്റം ബുദ്ധിമാന്മാർ ചരിത്രത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല. ഇന്ന് രാത്രി പറയട്ടെ, ഈ തലമുറ ആ ദിശയിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഇന്ന് രാത്രി കാലഘട്ടത്തെ വിവേചിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിതാക്കന്മാർ പ്രസംഗിച്ച യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കണമെന്ന് മാത്രമല്ല, അനേകരുടെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കണ്ണ് തുറന്നല്ലോ എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിശ്വാസ കണ്ണുകളെ കാണണം. എൻ്റെ കണ്ണടയുന്നതിന് മുൻപ്, എൻ്റെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, എനിക്കൊരു വിലാപഗാനം ഉയരുന്നതിന് മുൻപ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ ഒടുവിലത്തെ പേജിലേക്ക് പാഞ്ഞടുക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുമ്പോൾ ഞാൻ കൈകെട്ടിയിരുന്ന് ഉറങ്ങില്ല. എനിക്ക് വിശ്വാസ കണ്ണുകളാൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാലഘട്ടത്തെ ഞാൻ ശരിക്കും വിവേചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അഭിഷേകത്തിൻ്റെ ചലനം ഇന്ന് രാത്രി ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ ദൂതൊന്ന് ഇടിച്ചു കയറുന്ന രാത്രിയാകണം. ഇടത്തും വലത്തുമുള്ള പല മൂഢന്മാർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ബുദ്ധിമാന്മാരായി പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ആത്മമണ്ഡലത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായി മുൻകണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പേഴ്സണലി പറയുന്നു, ദൈവസന്നിധിയിൽ നിന്റെ കണ്ണ് തുറക്കുക. സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പാഞ്ഞടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നിഖ്യ വിശ്വാസ പ്രമാണത്തിന്റെ കേന്ദ്ര ഭാഗം ക്രൈസ്തവർ ഓരോ ഞായറാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ ചൊല്ലിവിടുമ്പോൾ അതിന്റെ കേന്ദ്ര ഭാഗം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, 1-2 തെസ്സലോനിക്കർ, 1 കൊരിന്ത്യർ 15, വെളിപ്പാട് പുസ്തകം, ഇവ മുഴുവൻ വിശദീകരിച്ചിട്ടുള്ള ഏക പ്രധാനമായ വിഷയമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. നമുക്കറിയാം, അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരൊഴികെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരുപറ്റം ആളുകൾ എൻ്റെ മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ആ ഭാഗത്ത് പുത്രനെ കുറിച്ച് പറഞ്ഞവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്കും മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാവിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ള ഒരുപറ്റം ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെങ്കിൽ, കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, കാത്തിരിക്കുന്നവരെ കണ്ടാൽ അറിയാം എന്നാ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, അതിലേക്ക് സംഭവങ്ങൾ അതിവേഗം പാഞ്ഞടുക്കുകയാണ്. സി.വി. രാമൻ ശ്രദ്ധേയനായ ചിന്തകനാണ്. അദ്ദേഹം ഒരിക്കൽ വടക്കേയുണ്ടയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ഏതോ ഒരു അവശബ്ദം ശ്രദ്ധിച്ച് ചാടിയിടിയിട്ട് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. അടുത്ത് വന്ന റെയിൽവേ ഗാർഡ് ചോദിച്ചു, അങ്ങെന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ പറഞ്ഞു, 500 മീറ്റർ അപ്പുറത്തെങ്കിലും ഇതിന്റെ പാളം തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. പെട്ടെന്ന് അവർ നിരീക്ഷണം നടത്തി. 500 മീറ്റർ അപ്പുറത്ത് പാളം വിപ്ലവകാരികൾ തകർത്തിട്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന് ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി പാളം തകർത്തിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ ചുക് 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 എന്ന് ഓടുന്ന ആ താളമില്ലേ, അത് കേവലം ഇഞ്ചന്റെ താളമല്ല, പാളവും ഇഞ്ചനുമായിട്ടുള്ള അലൈൻമെന്റിന്റെ ശബ്ദമാണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ താളം മാറിയത് ഞാൻ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി,
പാളം തകർന്നിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ കേവലം പാളത്തിന്റെ കാര്യം പറയാൻ വന്നതല്ല. എൻ്റെ മുൻപിലിരുന്ന് സ്തോത്രം പറയുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണൊന്ന് ഉയർത്തി നോക്കിയാൽ താളം മാറുന്നത് കാണുമ്പോഴറിയാം ലോകത്തിന്റെ പാളം തകരാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കാലഘട്ടത്തെ വിവേചിക്കട്ടെ. നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജിലേക്ക് അടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ കാലത്തിന്റെ അവസാനം എന്താകും എന്ന ദാനിയേൽ പ്രവാചകന്റെ ചോദ്യത്തിന് ഒരു കാലഗണന അവിടെ നൽകിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ അതിന് 36-ൽ പ്രസക്തമായ ചോദ്യത്തോടു കൂടെ തുടരുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കടക്കുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും മൂടിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും ഔവണ്ണം തന്നെയാകും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്ക് ഒരു ഏകാഗ്രതയുണ്ടല്ലോ, അതേ ഏകാഗ്രതയിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുന്നു എന്ന് ബോഡി ലാംഗ്വേജ് കൊണ്ടറിയാം. പ്രസംഗശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്നയാൾ ഏത് ആറ്റിറ്റ്യൂഡിലാണെന്ന് ബോഡി ലാംഗ്വേജ് കൊണ്ട് അത് ഏതാണ്ട് നന്നായിട്ടറിയാം. അത് ഹൊമനറ്റിക്സിലുള്ളൊരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാലിങ്ങനെ നീട്ടി വെച്ചാൽ മറ്റേ കാലിതിനെ മോളിൽ കയറ്റി ഈ മുകളിലത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി കൈ പിണച്ച് നെഞ്ചേൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അറിയാതെ കൈ പോയി ഉച്ചിപ്പുറത്തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ചെവിയുടെ പുറകെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പം കൂടെ വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിർത്താറായില്ലയോ ഉപദേശിക്കുന്ന ആർക്കറിയാൻ വയ്യാത്ത ഇതാ ചോദിക്കുന്നെന്ന്. നിർത്താറായില്ലയോടോ എന്നാന്ന് ആർക്കറിയാൻ വയ്യാത്ത എന്തിന്? ഇവിടെ വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തെ കെമിക്കൽ ബാലൻസ് പോലും മാറും. ദൈവത്തിന് സ്തോത്രം. ശരിയാണോ? ഞാനിവിടെ വിശദീകരിക്കുന്ന വിഷയം നിങ്ങളുമായിട്ട് വൈകാരികമായി എത്രയും ബന്ധമുണ്ടോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ശരീരത്തിനകത്തെ ആന്തരിക ദഹന പ്രക്രിയകളുടെ അമ്ലാംശ തലം പോലും. സ്തോത്രം. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അങ്ങ് പറയാന്നിരിക്കട്ടെ. വാളംപുളി അറിയാമല്ലോ. വാളംപുളിയെക്കുറിച്ച് 2-3 മിനിറ്റ് ഒരു പ്രസംഗം. അതിൻ്റെ തവിട്ട് കളറിലുള്ള തോട് പൊടിച്ചു മാറ്റി ഹൽവയുടെ രൂപത്തിലുള്ള മാതളം പ്രത്യേകം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ച് ചേർത്ത് അത് നന്നായി ഞെരുടി യോജിപ്പിച്ച് ചിലരുടെ നാക്ക് ചെന്ന് ചുണ്ടയെ മുട്ടുന്ന കാഴ്ച അടുത്തടുത്തിരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. എന്നാ കാര്യം? എടാ, ഇതിനോട് പെട്ടെന്നൊരു വൈകാരികത നമുക്കുണ്ട് അല്ലേ? ഫ്ലൂട്ട് വായിക്കുന്ന ആളിൻ്റെ മുൻപിൽ ചെന്ന് വാളംപുളി തിന്ന് കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിശദീകരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിന് വല്ലാതെ തൊടുന്നതാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനകത്ത് മാറ്റം സംഭവിക്കുമെങ്കിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ അവിടുത്തെ സന്നിധിയിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ അവൻ്റെ മടങ്ങി വരവെന്ന വിഷയം പറയുമ്പോൾ നിനക്ക് നിർവികാരതയോടെ ഇരിക്കാൻ പറ്റില്ല. അവന്റെ മടങ്ങി വരവിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ അകം കത്തും. മറ്റാർക്കും പറയാൻ കഴിയാത്ത ഒരു അമരാനന്ദം നിന്റെ അകത്ത് അനുഭവിക്കും. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. വാ തുറന്നൊന്ന് പറയണം. ഏത് കാലം പോലെയാകും? കമോൺ പറഞ്ഞാട്ടെ. നോഹയുടെ കാലം പോലെ തന്നെയാകും. എന്താണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? 2 കാലത്തെ ചിത്രീകരിച്ചാൽ ആ കാലത്തിന് തത്തുല്യമാകും കർത്താവിന്റെ വരവ്.
ഒന്ന് ലോത്തിന്റെ കാലം, മറ്റൊന്ന് നോഹയുടെ കാലം. എന്താണ് നോഹയുടെ കാലം? നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകമുണ്ടാക്കാൻ. പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. എടാ, നാൽക്കാലി മിക്കവാറും ഈരണ്ടായി പെട്ടകത്തിൽ കയറിയിട്ടും ഇരുകാലി മുക്കാലും പെട്ടകത്തിൽ കയറിയില്ല. പിന്നെ നാട്ടുകാരെയെല്ലാം പെട്ടകത്തിൽ കയറ്റിയിട്ട് വീട്ടുകാർ പെട്ടകത്തിലില്ലെങ്കിൽ അത് ഗതികേടായി പോയേനെമല്ലോ. നാട്ടുകാരും കയറിയില്ലെങ്കിലും പ്രസംഗിച്ചവൻ്റെ വീട്ടുകാരുണ്ടല്ലോ. ഇന്ന് പ്രസംഗിക്കാൻ നടക്കുന്ന പലരുടെയും വീട്ടുകാരി പെട്ടകത്തിലില്ലാതിരിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ കൃപയാൽ നിത്യതയുടെ പെട്ടകത്തിലുണ്ടെന്ന ബോധ്യം ഒരു ഭാഗ്യമുള്ള ദൈവപൈതലിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ രാത്രി മറ്റൊന്നിനും സ്തോത്രം ചെയ്തില്ലെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാപിച്ച ദൈവകൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ കഴിയണം. സ്തോത്രം. സർവശക്തനായ ദൈവം 2 ജലശേഖരങ്ങളെ തുറന്നു വെച്ചു. ഒന്ന്, ആകാശത്തിന്റെ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം താഴേക്ക് ഇരമ്പിയിറങ്ങി. 2, ഭൂഗർഭ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം മുകളിലേക്ക് ഇരമ്പി കയറി. ആ പെട്ടകം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. ഉയർന്ന് അന്നറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതമായ അറാറാത്ത് പർവ്വതം, ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിൽ ഏതാണ്ട് വർഷത്തിന്റെ 9 മാസം മഞ്ഞുമൂടി കിടക്കുന്ന ആ വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ ചെന്ന് ഈ പെട്ടകം ഉറച്ചു. അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് താഴ്ന്നു പറന്ന വൈമാനികർ ഏതോ ഒരു മഹാപെട്ടകം, ഒരു വലിയ പത്തേമാരി ഉറച്ചു കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇറങ്ങി വന്ന് വെട്ടിയെടുത്ത തടിക്കഷണങ്ങളിൽ 6000 കൊല്ലം പഴക്കമുള്ള ഒരു പുരാതന പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചത് സത്യമാണെങ്കിൽ ഈ പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഈ ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു മുന്നറിയിപ്പിന്റെ ശബ്ദമായി ഈ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല. ഈ രാത്രി അവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾ ആരാമേൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ചെവി തുറന്ന് കേൾക്കണം. എൻ്റെ ദൈവം സ്വർഗത്തിൻ്റെ ഒരു കോണിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന പൊട്ടൻ മുതുക്കനല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കണ്ണുയർത്തി കാണ്. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവന്റെ പാപങ്ങൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ഇന്ന് രാത്രി ഇവിടെ ചലിക്കും. ആരൊക്കെ മൗനം പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാതിരിക്കില്ല. അഭിഷേകത്തിൻ്റെ ചൈതന്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഈ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുയർത്തി കാണണം. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ ഈ പ്രകൃതിയുടെ പുറകിൽ നിർത്തിയിട്ടുണ്ട്. ഒരു തലമുറയെ പ്രളയജലം കൊണ്ട് നക്കി തുടയ്ക്കുമ്പോൾ 10 ലക്ഷത്തിലധികം വരുന്ന ഒരു ജനക്കൂട്ടം മുങ്ങിച്ചാകുമ്പോൾ 8 പേരെ മാത്രം പെട്ടകത്തിലാക്കിയത് ദൈവത്തിന്റെ നീതിയാണെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് മുൻപിൽ കണ്ണടച്ചുറങ്ങുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവമെങ്കിൽ സോദോം ഗൊമോറ എന്ന ലെസ്ബിയൻ ഗേ ലൈംഗിക അരാജകത്വം പരന്ന മണ്ണിനെ തീ ഇറക്കി കത്തിച്ച ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അത് ദൈവം അനുവദിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ യാത്ര ഇത് പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ദൈവ സ്നേഹമല്ലേ? സ്നേഹമാണ്. പക്ഷേ ഗ്രഹാം സ്റ്റെയിൽസിനെ ചുട്ടുകൊന്ന മണ്ണിന് എന്ത് സംഭവിച്ചു? പിന്നീട് ഭാരിപ്പേടയിലെ കുഗ്രാമത്തിൽ കുഷ്ഠരോഗികൾക്ക് വ്രണം വെച്ച് കെട്ടി കിടന്നുറങ്ങിയ
ആ ദൈവവൃത്യനെയും 2 കുഞ്ഞുങ്ങളെയും വണ്ടിക്കകത്തിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കുമ്പോ പ്രാണവേദന കൊണ്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ മാർവിൽ പിടിച്ചെടുത്ത് പുറകിലത്തെ ഡോറ് തുറന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ കുന്തം കൊണ്ട് അകത്തോട്ട് കുത്തിമലത്തിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച വേളയിൽ ചോദിക്കാനും പറയാനും ആളില്ലായിരുന്നു. പക്ഷേ അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോണിനെ കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ കളിക്കരുത്, കളിക്കരുത്. ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ചലിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ന്യൂ ഓർലിയൻസിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഓർക്കണം, എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ബിസിനസ്സുകാരൻ, ആ രാത്രി എവിടെയൊന്ന് വിശ്രമിക്കാൻ ആ പട്ടണത്തിലെത്തി. പക്ഷേ ഗേ ലെസ്ബിയൻ മ്ലേച്ഛത ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അടുത്ത ദിവസം കടൽ തീരത്ത് നടത്താനിരുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഹോട്ടലുകൾ മുഴുവൻ ബുക്കിംഗ് ആണ്. അദ്ദേഹം അവിടുന്ന് തിരികെ പോന്നു. എന്നാൽ അന്ന് രാത്രി, അതിന്റെ തലേ രാത്രി, സ്തോത്രം, കടൽ കലിതുള്ളി കയറി ആ പട്ടണത്തെ നക്കി തുടച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ എന്ത് സംഭവിച്ചു? ഒരു ഡിസംബർ 24 ക്രൈസ്തവരിൽ ഒരുത്തനെ ഈ പ്രതലത്തിൽ കാണരുത്. നിന്റെ ദേവന്റെ ജന്മദിവസമാണ് നാളെ, മലമുകളിൽ കയറിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഓടിച്ചു മലമുകളിൽ കയറ്റി ന്യൂനപക്ഷ ക്രൈസ്തവരെ. അന്ന് രാത്രി ഞാൻ ആ ദിവസത്തെ ഒരു ചിത്രം കണ്ട് കരഞ്ഞിട്ടുണ്ട്. ഒരു മോപ്പഡ് ബൈക്കിന്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ പാതി എഴുന്നേറ്റ് നിൽക്കുന്നു. അയാളുടെ കയ്യിൽ 4 തലയുണ്ട്. ഒരു വശത്ത് 2 സഹോദരിമാരുടെ തലയാണ്. തലമുടി ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. കഴുത്തിന്റെ അടിയിൽ വെട്ടിയെടുത്ത തലയുടെ അടിയിൽ കൂടെ ചോര ഒഴുകുകയാണ്. അടുത്ത വശത്ത് 2 സഹോദരന്മാരുടെ തലയാണ്, ചോര ഒഴുകുകയാണ്. എന്നാൽ അന്ന് രാത്രിയിൽ ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒന്ന് ഇന്റർലോക്കായി കടൽ 7000 കിലോമീറ്റർ വേഗതയിലോടി അവർ കഴുത്ത് മുറിച്ച് ക്രൈസ്തവരുടെ ചോരയ്ക്ക് സാക്ഷ്യം വഹിച്ച് നൃത്തം ചെയ്ത സ്ഥലം ഇന്ന് ഭൂമിയിലില്ല, സമുദ്രത്തിനടിയിലാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. അംഗീകരിച്ചാലും അവഗണിച്ചാലും ഉറപ്പു പറയുന്നു, ദൈവത്തിന്റെ ദീർഘക്ഷമ നിത്യക്ഷമയല്ല. പ്രളയം കൊണ്ടൊരു തലമുറയോട് കണക്ക് തീർത്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ അവന്റെ കണക്ക് തീർക്കൽ വരുന്നുണ്ട്. പിന്നെ പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാണ് കള്ളന് സന്തോഷം. ഇതുപോലെ ന്യായവിധി ഇല്ലെന്ന് കേൾക്കുന്നതാണ് പിന്മാറ്റക്കാരൻ ആനന്ദം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? എന്തിന്? സൂര്യതാപത്തിന്റെ പുറകിലെ കരം ആരുടേതാണ്? കാറ്റിന്റെ, സൈക്ലോണിന്റെ പുറകിലെ കരം ആരുടേതാണ്? കടൽ തിരമാലയുടെ പുറകിലെ കരം ആരുടേതാണ്? 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയുന്നു, ദൈവം പ്രകൃതിയിലെ ഓരോന്നിനും ഓരോ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. കാറ്റ് എവിടെ വരെ വരാം? ദൈവം പ്രകൃതിയിൽ കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതനെയാക്കിയിട്ടുണ്ട്. കടൽ വെള്ളം എവിടെ വരെ വരാം? ദൈവം ഇവിടെ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൂതനെയാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് പോകാതെ ഈ പ്രകൃതിയിൽ ഇത് കൊടിയ ദുരന്തം വരുത്താതിരിക്കത്തക്ക വിധം കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള നാഥന്റെ കരം തന്റെ ദൂതന്മാരെ കൊണ്ട് ഇവിടെ ചലിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇത് സാധാരണക്കാരന്റെ ശബ്ദമല്ല, എൻ്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദമാണ്. പ്രകൃതി പ്രതിഭാസങ്ങളെ ദൈവത്തിന്റെ കരം നിയന്ത്രിക്കുന്നു. തെളിവ് വെളിപ്പാട് 7:1. വേഗം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 7:1. വെളിപ്പാട് 16:6 വാക്യം നിങ്ങളൊന്ന് വായിക്കണം. കാലിക പ്രസക്തിയുള്ള ഒരു ഭാഗം മാത്രം ചൂണ്ടി അവസാനിപ്പിക്കാം. വെളിപ്പാട് 7:1 ആദ്യം പെട്ടെന്ന് എടുത്താട്ടെ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും
ഉത്തരദിക്കിൽ നിന്ന് കൊടുങ്കാറ്റും ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിന്റെ ശ്വാസത്താൽ നീർക്കട്ടയുളവാകുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമണ്ഡലത്തിൽ ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം കൊടുങ്കാറ്റ് ഭൂമണ്ഡലത്തിന് മീതെ ചുറ്റി സഞ്ചരിക്കുന്നു. യോബിന്റെ പുസ്തകമാണ്. കരമുയർത്തിക്കേ കേട്ടോ. കാലാവസ്ഥയുടെ മുകളിൽ കാറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേശ്യകളുടെ നഗരമെന്ന ലൂസിയാനെ നീ എവിടെ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ലൂസിയാന എവിടെ? എയ്ഡ്സ് തുടങ്ങിയത് എവിടെ? ഉത്തരം നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്താം. എയ്ഡ്സ് തുടങ്ങിയത് എവിടെ? പച്ചപ്പട്ടു വിരിച്ച പ്രോട്ടോ പ്രിൻസ് തലസ്ഥാനമാക്കിയ ഹെയ്ത്തി എന്ന നാട്ടിൽ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ആദ്യമായി ഇത് കിട്ടിയപ്പോഴാണ് ഉത്ഭവസ്ഥാനം എവിടെയെന്ന് മനസ്സിലായത്. അധികം താമസിക്കാതെ ഒരു സൂപ്പർ സൈക്ലോണിനെ കൊണ്ട് ആ മണ്ണിനെ കശക്കിയെറിഞ്ഞ് 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞെങ്കിൽ എന്റെ ദൈവത്തിന്റെ ദൂതനോട് അവിടുന്ന് കൽപ്പിച്ചാൽ നടക്കേണ്ടത് അത് ആറ്റം ബോംബ് വേണ്ട, അണുബോംബ് വേണ്ട, പ്രകൃതി മതി എന്റെ ദൈവത്തിന് കാര്യം ചെയ്യാൻ. ആ കരം ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മറക്കരുത്, എന്റെ ദൈവം പ്രകൃതിയോട് കൽപ്പിച്ചാൽ അത് ഇന്ന് രാത്രി അനുസരിച്ചിരിക്കും. ഇനിയും നിങ്ങൾ 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 16-ന്റെ 5 ചേർത്ത് വായിച്ചാട്ടെ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ മേൽ അധികാരമുള്ള ദൂതനുണ്ട് കേട്ടോ. കടൽ കലി തുള്ളി ഇരമ്പി കയറി തീരത്തെ നക്കി തുണയ്ക്കാൻ അടുക്കുമ്പോ എവിടെ വരെ വരാം എന്ന് നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ അതിന് അധികാരം കൊടുത്തിട്ടുണ്ട്. എന്തിന്? 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ ദൈവത്തിന് സ്തോത്രം, സൂര്യന്റെ മേൽ അധികാരമുള്ള ഒരു ദൂതനെ ദൈവം അതിനകത്താക്കിയിട്ടുണ്ട്. അവസാന ഘട്ടം അടുക്കുമ്പോൾ സൂര്യന്റെ സ്ഥിതി എന്താകുമെന്നൊന്ന് വായിച്ചു കേട്ടോ. 16-ന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ. വെളിപ്പാട് പുസ്തകം 16-ന്റെ 6-ാമത്തെ വാക്യം. അതെ, 5 തൊട്ട് 5 മുതൽ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. 8-ാമത്തെ വാക്യം വായിച്ചു. 8-ാമത്തെ വാക്യം. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി എന്ന് പറയണം കേട്ടോ. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ ഗതികേട് നീ ഒറ്റത്തടിപ്പാലത്തെ കീറിപ്പോയല്ലോ തമ്പുരാനെ എന്ന മട്ടില്ല. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുള്ളത് കൊണ്ട് കോടികൾ വെട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകം പലർക്കും കാത്തു നിൽക്കുമ്പോൾ എനിക്ക് കോടികളില്ലെങ്കിൽ കിടന്നുറങ്ങുന്ന കിടപ്പറ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകന്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ അന്ത്യഘട്ടത്തിന്റെ വേദഭാഗം ശ്രദ്ധിച്ചു വായിച്ചു കേൾക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത്? 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. സൂര്യൻ അധികാരം ലഭിച്ചു. വായിച്ചാട്ടെ. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ കേട്ടോ. ഒരു കറുത്ത കാലത്തിന്റെ ഭീകരമായ കലാശം അടുക്കുമ്പോൾ സൂര്യതാപം ക്രമാതീതമായി പ്രകൃതിയിൽ വർദ്ധിക്കുകയും ഒരു സിസ്റ്റത്തിനും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യർ കത്തി വീഴുകയും ചെയ്യുമെന്ന് എഴുതി വെച്ച 20 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യോഹന്നാൻ കണ്ട കാലം ഇനി അടുത്തു വരുന്ന കാഴ്ച കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുക. ദൈവത്തിന്റെ ദാസൻ നോഹ പ്രസംഗം തുടങ്ങുകയാണ്. കാലം ഇങ്ങനെ അവസാനിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. എങ്ങനെ കാലം അവസാനിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെ തന്നെ. എന്താ? ഒരു വെൺകീർ മേഘം പോലും തലയ്ക്ക് മുകളിൽ നിഴൽ പിടിക്കാതിരിക്കുന്ന സമയം പെരുമഴ പ്രവചിച്ച കർത്തൃദാസനെ നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ കൃത്യമായി ചലിച്ചു. ഇനി നോഹയുടെ ആ കാലത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് ഇന്ന് രാത്രി കർത്താവിന്റെ വചന ശ്രദ്ധ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം. നോഹയുടെ അപ്പന്റെ പേര് പറയാമോ? നോഹയുടെ അപ്പന്റെ പേര് ലാമേക്ക്. ലാമേക്കിന്റെ അപ്പന്റെ പേര് പറയാമോ? മെതുശലേഹ്. മെതുശലേഹിന്റെ അപ്പന്റെ പേര് പറയാമോ?
ഹാനോക്കിനെ നിങ്ങൾക്ക് പരിചയമില്ലേ? യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇതാ കർത്താവ്, ബാക്കി എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ പറഞ്ഞ ഭക്തിവിരുദ്ധമായ നിഷ്ഠൂരങ്ങൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്താൻ 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നുവെന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് അവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഒരല്പം പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ദാനിയേൽ പ്രവാചകൻ ചോദിച്ചത് ഈ കാലത്തിന്റെ അന്ത്യം എങ്ങനാകും? യേശു വിശകലനം ചെയ്യുകയാണ്. നോഹയുടെ കാലം ചരിത്രത്തിൽ തിരിച്ചു വരും. മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വാമി വിവേകാനന്ദനോ മോട്ടിലാൽ നെഹ്റുവോ ഒന്നുമല്ല വിഷയം, അവർ ജീവിച്ച കാലത്തിന്റെ സംസ്കാരമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്നൊരു കാലം ചരിത്രത്തിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, പ്രളയം ഈ മണ്ണിനെ നക്കി തുടച്ചതുപോലെ തീ ഈ മണ്ണിനെ കത്തിച്ച് തീർക്കാൻ സമയം അടുത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 7-ാം തലമുറയിലാണ് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കാണ് നോഹ എന്ന ആളിന്റെ വല്യപ്പൻ. സ്തോത്രം. ഈ തലമുറയിലേക്ക് പോയെങ്കിലേ നോഹയുടെ കാലത്തിന്റെ സംസ്കാരം പഠിക്കാൻ പറ്റൂ. ആദ്യത്തെ അപ്പന്റെയും അമ്മയുടെയും പേരെന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ അപ്പന്റെയും അമ്മയുടെയും പേരെന്താ? ആദാമും ഹൗവയും. സ്തോത്രം. അവർക്ക് 2 മക്കൾ ആരൊക്കെയാണ്? കായിനും ഹാബേലും. ഒരുത്തനെ കൊന്നു. ചില ആൾക്കാർക്ക് കുടുംബചരിത്രം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ പറയാം നമ്മുടെ കുടുംബചരിത്രം. അമ്മ മോഷ്ടിച്ചു, അപ്പന് കൊണ്ട് കൊടുത്തു, മോഷണം അതിൽ അപ്പൻ അനുഭവിച്ചു. മൂത്ത ചെറുക്കൻ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. അവരുടെ കൊച്ചുമക്കളാണ് നമ്മളെല്ലാവരും. ഇതിൽ കൂടുതൽ ഒരു കുടുംബചരിത്രവുമില്ല. കൃപയാൽ ക്രൂശിന്റെ ചുവട്ടിലെ കുടുംബചരിത്രമല്ലാതെ എനിക്ക് കുടുംബത്തിന് ഒരു ചരിത്രവുമില്ല. നിത്യതയാണ് എനിക്ക് വലുത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രാത്രിയാകണം. സ്തോത്രം. ഇതാ നോക്കൂ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ. അപ്പോ ആദമിനും ഹൗവയ്ക്കും 2 മക്കൾ. അതിൽ ഒരുത്തനെ കൊന്നു. ആരെ കൊന്നു? കായിൻ ഹാബേലിനെ കൊന്നു. നിത്യതയുടെ തങ്കത്തെരുവീതിയിലേക്ക് ആദ്യമായി മനുഷ്യകുലത്തിൽ നിന്നും ദൈവത്തിന്റെ വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് സ്വീകരിക്കപ്പെട്ട 1-ാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? സ്തോത്രം. ഹാബേൽ കട്ടിലേക്ക് കയറിക്കിടന്നല്ല ചത്തത്. വായുഗുളിയ വായിൽ ഒരച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. സ്വന്തം സാക്ഷ്യം, സ്വന്തം രക്തം കൊണ്ട് മുദ്ര വെച്ച് ആ ദൈവഭൃത്യൻ നിത്യതയിലെത്തി. കഷ്ടത സഹിക്കുന്ന ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നോർത്ത ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യത്തെ പിതാവ് ആദമിന്റെ മകൻ കായീൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ ഒന്ന് നിർത്തി വായിച്ച് സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ന്റെ 16 മുതൽ 7-ാം ജനറേഷനിലേക്ക് ഒന്ന് വരികയാണ്. വേഗം പറഞ്ഞേ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോർത്ത് ദേശത്ത് നിന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. ശ്രദ്ധിക്കണേ, ഹാനോക്ക് എന്ന മകന്റെ പേരിട്ടു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 ആദം, വല്യപ്പൻ. 2 കായീൻ, ചോരക്കറ കയ്യിൽ പിടിച്ച ചെകുത്താന്റെ സന്തതി എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്ന പിശാചിൽ നിന്നുള്ള കായീൻ അവന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ അവന് മക്കളുണ്ടായി. എന്നാൽ അടുത്തത് ഹാനോക്ക്. അവൻ ഒരു പട്ടണം പണിതു. വീട് പണിതെന്നല്ല, പട്ടണം പണിതു. എന്നിട്ട് യഹോവ നിസീന്നും എബനേസറെന്നും ഒന്നുമല്ല പേര് കൊടുത്തത്, അവന് അവന്റെ മകന്റെ പേര് കൊടുത്തു. സ്തോത്രം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത വാചകം ശ്രദ്ധിച്ചേ. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. അപ്പോ ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 1-ാമത്തേത്
ശ്രദ്ധിച്ചേ. ഒന്നാമത്തേത് ആദം, രണ്ടാമത്തേത് കായീൻ, മൂന്നാമത്തേത് ഹാനോക്ക്, നാലാമത്തേത് ഈരാദ്, അഞ്ചാമത്തേത് മെഹുയേൽ, ആറാമത്തേത് മെതുശേൽ, ഏഴാമത്തേത് ലാമേക്ക്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേത് ആദം, ഒന്നാം ജനറേഷൻ. രണ്ടാമത്തേത് കായീൻ, മൂന്നാമത്തേത് ഹാനോക്ക്, നാലാമത്തേത് ഈരാദ്, അഞ്ചാമത്തേത് മെഹുയേൽ, ആറാമത്തേത് മെതുശേൽ, ഏഴാമത്തേത് ലാമേക്ക്. അപ്പോൾ ആദാം മുതൽ ഏഴാം ജനറേഷനിൽപ്പെട്ട ലാമേക്ക്. ഇനിയും മറുവശത്തെ ചരിത്രം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ആദം കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം ആദമിനൊരു മകനെ കൊടുത്തു. അവന്റെ പേര് ശേത്ത്. അപ്പോൾ ആ ജനറേഷനിൽ ഒന്നാമത്തേത് ആദം, രണ്ടാമത്തേത് ശേത്ത്, ശേത്തിന്റെ മകൻ ഏനോശ്, ഏനോശിന്റെ മകൻ കേനാൻ, കേനാന്റെ മകൻ മഹലേൽ, മഹലേലിന്റെ മകൻ യാരദ്, യാരദിന്റെ മകൻ ഹാനോക്ക്. അർത്ഥാൽ ഏഴാമത്തെ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കായിന്റെ കൊച്ചുമകനായ ഒരു ലാമേക്ക്, ആദമിന്റെ ശേത്തിലൂടെയുള്ള ഏഴാം തലമുറയിലുള്ള ഒരു ഹാനോക്ക്. ഹാനോക്ക് ഉടലോടെ എടുക്കപ്പെട്ടവൻ, ലാമേക്ക് ധനാഠ്യൻ. ഈ ഹാനോക്കിന്റെ മകനാണ് ഹാനോക്കിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ ലാമേക്കിന്റെ മകൻ, കൊച്ചുമക്കളിൽപ്പെട്ടയാളാണ് നോഹ. അങ്ങനെയാണെങ്കിൽ നോഹയുടെ അപ്പൻ, ലാമേക്കിന്റെ അപ്പൻ, മെതുശലേഹിന്റെ അപ്പൻ ഹാനോക്ക് നോഹയുടെ വല്യപ്പനാണ്. നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ഉടലോടെ എടുക്കപ്പെട്ട കാലത്തെ സംസ്കാരം എന്തോ ആ സംസ്കാരം ചരിത്രത്തിൽ തിരികെ വരുമ്പോൾ മടങ്ങി വരവിന് സമയമെടുക്കും. പ്രളയം മണ്ണിനെ മുക്കിയതുപോലെ അഗ്നി ഈ ഭൂമിയെ വിഴുങ്ങും. നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. വായിച്ചാൽ ദൈവവസനം താഴേക്കൊന്ന് വായിച്ചാൽ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും. കേട്ടോ, ഒരേ സമയം ഒന്നിലധികം ഭാര്യമാർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യയുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ പെരുകുന്ന കാലമാണ് ഈ കാലമെങ്കിൽ കുടുംബജീവിതത്തിന്റെ പവിത്രത തകർന്ന് ധാർമ്മിക അരാജകത്വം വർദ്ധിച്ച സമയമായിരുന്നു അതെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. ഈ കാലവും അത് തന്നെയാണ്. അധാർമികത പെരുകിക്കഴിഞ്ഞു. ദൈവമക്കൾ തിരിച്ചറിയണം, ന്യായവിധിയുടെ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല കേട്ടോ, അവരും താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഒന്ന് വായിച്ചാട്ടെ. ആദ യാബാലിനെ പ്രസവിച്ചു. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും. കേട്ടോ, അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അപ്പൂപ്പനാര് എന്ന് ചോദിച്ചാൽ ഈ കായിന്റെ കൊച്ചുമോനാണ്. വായിച്ചാട്ടെ. പശുപാലകർക്ക് പിതാവായി തീർന്നു. അവന്റെ സഹോദരൻ യൂബാൽ എന്ന് പേർ. ഇവർ കിന്നരവും വേണവും പ്രയോഗിക്കുന്നു. ഈ കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെയും അപ്പൂപ്പനായ ഒരുത്തൻ മാറി. വായിച്ചാട്ടെ. എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽഖൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. നിങ്ങൾക്ക് ഖനികൾ കണ്ടെത്തി ലോഹങ്ങൾ കുഴിച്ചെടുക്കുന്ന ഖനിയുടെ ഓണറായി ഒരു മകൻ മാറി. എങ്ങനെയുണ്ട്? ദൈവത്തോട് ബന്ധമില്ലാത്ത ലൈംഗിക അരാജകത്വം ബാധിച്ച മ്ലേച്ഛതയുടെ പിന്തലമുറക്കാർ. അപ്പൻ ഒരേ സമയം ഒന്നിലധികം പങ്കാളികളുമായി. മക്കൾ ഒരാൾ ശ്രദ്ധേയമായ ഗവേഷണത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിന്റെ ഓണർ. അടുത്ത മകൻ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ വീണയും വേണുവും ഉണ്ടാക്കുന്ന ടെക്നോളജിയുടെ പിതാവ്. മറ്റൊരു മകൻ ഖനിയുടെ ഓണർ. എന്തിൻ്റെ കുഴപ്പമാ? എന്നാൽ ഈ സമയം എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ വീട്ടിലെ ജനറേഷനിൽ ഭക്തനായ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്, അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് വ്യാപരിക്കുന്നത് പ്രവചന നിയോഗങ്ങളാണ്. ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കായിൻ്റെ കൊച്ചുമകൻ്റെ വീട്ടിൽ വ്യാപരിച്ച സമൃദ്ധി വേണോ, അത് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ മുറിക്കകത്ത് വ്യാപരിച്ച ദൈവാഭിഷേകം വേണോ? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചിലരെ ചൂണ്ടിക്കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുക. കായിൻ്റെ ഇത്രയും ബുദ്ധിരാക്ഷസന്മാരുടെ ഒരു തലമുറ പോലും ഇന്ന് മണ്ണിലില്ല. പ്രളയത്തോടെ അത് മുഴുവൻ അവസാനിച്ചു. എന്നാൽ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ മകൻ മെതുശ
മെതുസലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ, നോഹയുടെ മകൻ, അബ്രഹാമിന്റെ കൊച്ചുമക്കളെ നീരിൽ തലമുറയെ വളർത്തിയാൽ ഒന്നും കൊടുക്കാനില്ലെങ്കിലും അവരുടെ ഭാവി സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ദൈവകരം നിന്റെ ജീവന്റെ പുറകിലുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. എന്റെ തലമുറയ്ക്ക് നൽകാൻ കോടികളുടെ ആസ്തിയില്ലെങ്കിലും എന്റെ തലമുറയ്ക്ക് നൽകാൻ ദൈവകൃപയുടെ കൈമാറ്റമുണ്ടെങ്കിൽ അവരെ നിലനിർത്താൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഇനി നോഹയുടെ കാലം പോലെ എന്നാണല്ലോ പഠിച്ചു വരുന്നത്. പെട്ടകത്തിൽ കയറേണ്ട സമയം വന്നു. എന്റെ ചോദ്യം, എത്ര പേരുണ്ടായിരുന്നു പെട്ടകത്തിൽ? എത്ര പേരുണ്ടായിരുന്നു? ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ. 80 പേരോ? 8 പേർ. ബാക്കിയുള്ളവരല്ല എന്ത് ചെയ്യേ? ലളിതമായി ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നോഹയുടെ അപ്പൻ ലാമേക്ക് 777 കൊല്ലം ജീവിച്ചിരുന്നില്ലേ? മറ്റു മക്കളും കൊച്ചുമക്കളും എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ അപ്പൻ മെതുശലേക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ദാസൻ, ഉടലോടെ എടുക്കപ്പെട്ടയാളിന്റെ മകൻ 969 കൊല്ലം ജീവിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്ത് ചെയ്യും? അല്ല, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്, ഇദ്ദേഹത്തിന്റെ വല്യപ്പനല്ലാത്ത മറ്റു മക്കളും കൊച്ചുമക്കളും എന്ത് ചെയ്യും? കായീൻ എന്ന ചോരക്കൊതിയന്റെ കൊച്ചുമക്കളെ വിട്, അവർ പോകട്ടെ. എന്നാൽ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് സ്വയം വിശേഷിപ്പിച്ച ശേത്തിന്റെ ജനറേഷൻ എവിടെ? ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഈ മക്കളോട് പറയാം, കെ.ഇ. എബ്രഹാമിന്റെയും C.S. മാത്യുവിന്റെയും നമ്മുടെ പിതാക്കന്മാരുടെ ഉപദേശ സത്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു തലമുറയുടെ 99% പെട്ടകത്തിന് പുറത്തായാലും ഞാനും എൻ്റെ കുടുംബവും പെട്ടകത്തിനകത്തായിരിക്കുമെന്ന് ബോധ്യമുള്ള ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. അത് ഇറങ്ങിത്തിരിച്ചവരിൽ 99% പെട്ടകത്തിന് പുറത്തു പോയപ്പോൾ വിരളയിലെണ്ണാനുള്ള 8 പേരല്ലാതെ 9ാമത് ഒരാൾ പെട്ടകത്തിലില്ലെങ്കിൽ ആ ചെറിയ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ പ്രാപിച്ച ദൈവകൃപയും എൻ്റെ പിതാക്കന്മാർ ഉയർത്തി കാണിച്ച ഉപദേശ സത്യങ്ങൾക്കും വേണ്ടി എൻ്റെ തൊണ്ടക്കുഴിയിലെ ചലനം അവസാനിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ ഈ കൃപയിൽ നിൽക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നൊന്ന് ആത്മാവിൽ ആരാധിച്ചേ കടന്നു പോകാവൂ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, ഈ ഗ്രൗണ്ടിന് മീതെ ദൈവത്തിന്റെ തേജസ് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദൂത് ചില വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടിച്ചു കയറ്റുന്ന രാത്രിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രസംഗം കഴിഞ്ഞു, പെട്ടകത്തിന്റെ നിർമ്മാണം കഴിയുന്നു. ആ സമയം ദൈവം പറഞ്ഞു, മോനെ പ്രസംഗിച്ചത് മതി, ഇനിയും പെട്ടകത്തിന്റെ വാതിൽ ഞാൻ അടച്ചുകൊള്ളാം. എൻ്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഈ പ്രസംഗങ്ങൾ അധിക നാൾ തുടരുകയില്ല. ഈ പ്രസംഗങ്ങൾ അധിക നാൾ തുടരുകയില്ല. ചാത്തന്തറയുടെ ഹൃദയഭാഗത്ത് ഈ ജീവന്റെ വചനം ഞങ്ങൾ ഉയർത്തുമ്പോൾ ഇത് അധിക നാൾ തുടരുകയില്ല. കൃപയുടെ പെട്ടകത്തിന്റെ കവാടം എൻ്റെ ദൈവം അടയ്ക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നത് കാണുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി വിളിച്ചു പറ, ഇതിന്റെ കവാടം അടയാൻ പോകുകയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുന്നത് വെറുതെയല്ല. ചില വ്യക്തികളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ചില ശരീരങ്ങളുടെ പുറകിൽ പിശാചി വെച്ചിരിക്കുന്ന മരണത്തിൻ്റെ ചില കണികളുണ്ട്. അതിനെ അഴിച്ചു മാറ്റിയിട്ട് നിത്യജീവന്റെ ശക്തി ചില വ്യക്തികളുടെ മേൽ പകരാൻ ആ കരം ഇതിനകത്ത് ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളെ വിടുവിച്ചെടുക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ദൈവാത്മാവ് ചില വ്യക്തികളെ തീരുമാനങ്ങളിലേക്ക് നടത്തുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി തീരുമാനങ്ങളിലേക്ക് നടത്തുന്ന രാത്രിയാണ്. ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു സാധുവായ ദൈവദാസൻ കയ്യിലൊരു കാട്ടുവടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടലിന്റെ മുൻപിൽ നിൽക്കുന്ന സമയം, പ്രഭാതയാമത്തിന് മുൻപ് 30 ലക്ഷം പേർ കടന്നു പോകത്തക്ക വിധം ആ കടലിനെ 2ആയി മുറിച്ചു മാറ്റി അവരുടെ കാളവണ്ടി ചക്രങ്ങളൊന്നും സഹസ്രാബ്ദങ്ങളുടെ ചെളി നിറഞ്ഞ ചെങ്കടലിനകത്ത് പുതയാതെ
കളയാതെ അതിനെ ഉറപ്പിച്ചു കൊടുത്ത ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇത്രയും ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ചില ശരീരങ്ങളിലേക്ക് ബലത്തോടെ ഇറങ്ങുന്ന രാത്രിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് ഒരു കർത്തൃദാസന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ജീവന്റെ വചനത്തിന്റെ മുൻപിൽ ഈ സൂര്യനെ പിടിച്ചു നിർത്തത്തക്ക വിധം എൻ്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിച്ചെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങളെ ഈ രാത്രി കൈകാര്യം ചെയ്യാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. വാഗ്ദത്തമുള്ള നീ ഒരിക്കലും യോർദാന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. അത് ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ ആത്മാവിൽ ഏറ്റെടുക്കട്ടെ. വാഗ്ദത്തമുള്ള നിന്റെ വിശ്വാസത്തിന്റെ ആ കാൽച്ചുവട് വയ്ക്കുന്ന സമയം പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദം തൊട്ടപ്പോൾ യോർദാൻ രണ്ടായി പിളർന്നു മാറിയതുപോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിച്ചാൽ ഇതുവരെ കാണാത്ത ഒരു പ്രകൃതി പ്രതിഭാസം നീ നിന്റെ കൺമുമ്പിൽ കാണുന്ന രാത്രിയാണ്. ചുവരോട് ചേർന്ന് കിടന്ന് കരഞ്ഞ ഒരു ഹിസ്കിയാവിന്റെ കണ്ണുനീരിന് മുൻപിൽ സൂര്യ ഘടികാരത്തെ 10 പടി പുറകോട്ട് തിരിച്ചുകൊണ്ട് ഉത്തരം കൊടുത്ത ദൈവമാണ് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവെങ്കിൽ, ഈ ദൂത് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളിലേക്ക് ദൈവശക്തിയുടെ ജീവൻ കടന്നു ചെല്ലുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ഗ്രൗണ്ടിന്റെ ഒരറ്റം മുതൽ ഈ ഗ്രൗണ്ടിന്റെ മറ്റേ അറ്റം വരെ ദൈവ സാന്നിധ്യം വ്യക്തികളുടെ മേൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രാത്രി. നിന്റെ വാഗ്ദത്വം മരിക്കില്ല സഹോദരി, നിന്റെ വാഗ്ദത്വം മരിക്കില്ല സഹോദര. കർത്താവിന്റെ ആത്മാവ് രാത്രി നിന്റെ കണ്ണ് തുറക്കുകയാണ്. ഒരു തലമുറ ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രളയത്തിൽ നക്കി തുടയ്ക്കപ്പെടത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജിലേക്ക് ഓടിയടുക്കുന്നത് കാണുന്ന ദൈവത്തിന്റെ ജനം ഈ രാത്രി കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനെ മടങ്ങി വരവ് കാണട്ടെ. സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ 2 കൈകളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് രാത്രി പറയുന്ന രാത്രിയായി മാറട്ടെ. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുകയാണ്. മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുകയാണ്. ബൈബിൾ പ്രവചിച്ചത് കൃത്യമായി നിവർത്തിക്കത്തക്ക വിധം സൂര്യതാപം കുതിച്ചുയരുകയാണ്. തീ കൊണ്ട് മനുഷ്യൻ ചുടപ്പെടത്തക്ക വിധം സൂര്യന്റെ കൊറോണയിൽ നിന്നും തീ കത്തി ഇറങ്ങുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഒരു തലമുറ പ്രളയജലത്താലാണ് മൂടിയതെങ്കിൽ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറയുന്നു, അതേ വചനത്താൽ ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്താളിൽ ഒരു പേരെങ്കിലും എഴുതപ്പെടുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി. സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കുന്ന രാത്രിയാണ്. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവേ എന്ന്, ആ യേശുവേ എന്ന് ഇന്ന് രാത്രി ലജ്ജ കൂടാതെ ഒന്ന് വിളിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ അഭിമാനത്തോടെ ഉയരും. ഓ രക്തത്താൽ ജയം. പോരാ 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 പോരാ. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചാട്ടെ, യേശുവേ. ഇന്ന് രാത്രി അവൻ്റെ കരം നിന്നെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ പോരാടി തുടങ്ങട്ടെ. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ജാഗരിച്ച് തുടങ്ങട്ടെ. ചില വ്യക്തികളുടെ ശരീരത്തിൻ്റെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന ചില നുകക്കഴികളുണ്ട്. മുൻപോട്ട് പോകാതെ നരകത്തിലേക്ക് വലിച്ചിഴക്കത്തക്ക വിധം സാത്താന്യ ശക്തികൾ അവരെ കൊരുത്തു വലിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട്. ഇന്ന് രാത്രി വഴിവക്കിലായാലും ടെറസിന്റെ മുകളിലായാലും പരിശുദ്ധാത്മാവി ജീവന്റെ വചനം പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യതയ്ക്കായി വിടുവിക്കപ്പെടാൻ ഒരുപറ്റം ആളുകളെ സ്വർഗം വിടുവിച്ചെടുക്കുന്ന രാത്രിയാണ്. ഓ രക്തത്താൽ ജയം. അന്തരാതൽ ഘടകനാധികരയാരകാനക. ഓ തീരാതൽ ഘടക രൗദരാധികജകൾ ഘടകനാധികരയാരകാനക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ.
ഒന്നാം മരണമാണോ വലുത്, രണ്ടാം മരണമാണോ വലുത്? പ്ലീസ്, ഒന്നാം മരണമാണോ വലുത്, രണ്ടാം മരണമാണോ വലുത്? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കേട്ടോ, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ണൊന്നടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് നിന്നെ മോർച്ചറിയിൽ കിടത്തുന്ന ഒരു പാട്ട വണ്ടിയേക്കാൾ, ഒന്നിരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമന്റ് കെട്ടിടത്തേക്കാൾ, നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തുവിനേക്കാൾ നിത്യതയാണ് എനിക്ക് വലുത് എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അക്കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, ഒന്നാം മരണമല്ല വലുത്, രണ്ടാം മരണമായ നിത്യ നരകമാണ് വലുത്. അതിനെന്നെ രക്ഷിപ്പാൻ യേശുവിന്റെ കാൽവറി ബലിമരണമാണ് കാരണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഒന്ന് ചേർന്ന് പാടാൻ തുടങ്ങുകയാണ് ഗായക സംഘത്തോടൊപ്പം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങുകൻ ആത്മാവേ. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവക്കളോട് പറയുന്നു, യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോഴാകും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ കണ്ണും തുറക്കണേ. വളരെ മനോഹരമായ ചിത്രം ദാനിയേലിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ട് ദൂതന്മാരിൽ ഒരുവൻ നദിക്കക്കരെ കരയിലും മറ്റൊരുത്തൻ നദിക്ക് ഇക്കരെ കരയിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കുക, നദിക്കു മീതെ ശണവസ്ത്രം ധരിച്ച ആ മഹാളത്വം നിൽക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നു, ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, ഈ ഒഴുകുന്നത് മരണയോർദാനാണ്. ഈ മരണയോർദാന്റെ ഇക്കര നിന്ന് ആ ഒഴുക്കിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നിന്നെ കൈ പിടിച്ച് അക്കരെ കടത്താൻ മരണത്തെ ജയിച്ച യേശു ഇതിന് നടുവിലുണ്ടെന്നാണ് ഈ വചനം പറയുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എന്റെ ഹാർട്ട് അറ്റാക്കിന്റെ അടുത്ത ദിവസത്തെ ബയോപ്സി റിപ്പോർട്ട്, എന്റെ ക്യാൻസറിന്റെ ഒരു പരിതസ്ഥിതി എനിക്ക് വരാൻ ദൈവം അനുവദിച്ചാൽ പോലും എന്റെ ദൈവം എനിക്ക് വിടുതൽ തരും എന്ന ഉറപ്പുള്ളപ്പോൾ തന്നെ മരണം പ്രായം കൊണ്ടോ രോഗം കൊണ്ടോ എത്തിച്ചേർന്നാലും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എത്തിച്ചേരത്തക്ക വിധം, എന്റെ കൈകൾ എന്റെ നാഥന് കൊടുക്കത്തക്ക വിധം എന്റെ ജീവൻ സജ്ജമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് ചേർന്ന് പാടണം. ക്രിസ്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു, വിശ്രമവാസത്തിലാകുമോ നാം ഏതിനും ഒരുങ്ങുകൻ ആത്മാവേ. ദൈവത്തിന് സ്തോത്രം. ഗായക സംഘത്തോട് ചേർന്ന് ആദ്യം ആ രണ്ട് കൈകളും ഉയർത്തി അത് പാടുമ്പോൾ തന്നെ രണ്ടാമതൊക്കെ കരങ്ങൾ അടിച്ചൊന്ന് പാടി ആരാധിക്കണം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി. കരമൊന്ന് ഉയർത്തി പാടിക്കേ എല്ലാവരും. ആ കരം ഉയർത്തി. കേൾക്കുമോ ഈ ദിനം ശാന്തമായി. ഓ ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങുകൻ ആത്മാവേ. ഓ വിശ്രമവാസത്തിൽ ആകുമോ നാം
വീടുമില്ല ഒന്നുമില്ലീ ലോകത്തിൽ ഓർക്കുക നീ. ഓ വീടുമില്ല ഒന്നുമില്ലീ ലോകത്തിൽ ഓർക്കുക നീ. ഓ വീട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെ. ഓ വീട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെ. കുഞ്ഞുങ്ങളെ ഒരു നിമിഷം നിർത്തണം. രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, ഇത് മിച്ചപ്പണം ചിലവഴിക്കാൻ വെച്ച യോഗമല്ല. ഇത് പണത്തിന്റെ തള്ളിക്കയറ്റത്തിൽ വെച്ച യോഗമല്ല. പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ കണ്ണുനീരിൽ തീർത്ത യോഗമാണ്. ഇന്ന് രാത്രി യോഗത്തിൽ ഒറ്റ കാര്യമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ദിവസം പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ മരണം നിന്റെ കൺമുൻപിൽ മുട്ടി വിളിച്ചാൽ നിത്യത നിനക്ക് കൈവിട്ടു പോകുമോ? ക്രൂശിലേക്ക് നോക്കി രക്ഷകനെ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. പാസ്റ്ററെ, കേട്ട ദൂതിന് മുൻപിൽ എനിക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. ഈ രാത്രി എന്റെ ഉള്ളം പ്രാർത്ഥനയ്ക്കായി പിടയ്ക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ വലത് കരങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള ആവശ്യത്തിന്റെ അടയാളമായി ഉയർത്തുക. ഞാൻ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഉയർന്ന കരങ്ങളെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ കൈമാറിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈ വഴിവക്കിലാകട്ടെ, ടെറസിന്റെ മുകളിലാകട്ടെ, വൃക്ഷച്ചുവടുകളിലാകട്ടെ, വാഹനത്തിനകത്താകട്ടെ, എന്റെ വാത്സല്യ സഹോദര, അടുത്ത ദിവസം നിന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. എന്നാൽ ദൈവപുത്രന്റെ കരം ന്യായവിധിക്കായി ഉയരാതിരിപ്പാൻ ആ കരങ്ങൾ യേശുവിങ്കലേക്ക് കൊടുക്കുക. ഈ രാത്രി ഹൃദയത്തിന്റെ ഉള്ളിൽ രക്ഷകനായി അവനെ സ്വീകരിക്കുക. അവന്റെ രക്തത്തിന്റെ പാപമോചനം ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിശയ കാര്യങ്ങളുടെ അവസാനത്തിലേക്ക് ലോകചരിത്രം നടന്നെടുക്കുന്ന സന്ധിയിൽ ഈ രാത്രി ഉയർത്തിയ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. നിന്റെ നിയമരക്തം ചൊല്ലി ഞങ്ങൾ ഈ ഉയർത്തിയ കരങ്ങളെ നിന്റെ നാമത്താൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.